ഹായ് സ്റ്റുഡൻസ്, അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനീസ് അക്കൗണ്ട്സ്, അതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ കമ്പനി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം, സ്പെഷ്യൽ ആക്റ്റാണ്. കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും. ഒരു വ്യക്തി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അല്ല ഷെയർ ക്യാപിറ്റൽ. കമ്പനിയുടെ ഷെയർ പൊതുജനങ്ങൾ വാങ്ങിയിട്ട് അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓർഗനൈസേഷനാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഡെഫിനിഷൻ കുറേ ഉണ്ടെങ്കിലും ഞാനിവിടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറയാൻ കാരണം നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഇതൊരു വ്യക്തിയാണ്. കാരണം വ്യക്തിയാണെന്ന് പറയാൻ കാരണം കമ്പനിക്ക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കാം സ്വന്തമായിട്ട്. അതുപോലെ കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, കേസ് ഫയൽ ചെയ്യാം മറ്റുള്ള ഓർഗനൈസേഷനെതിരെ. അതുപോലെ കമ്പനിക്കെതിരെയും കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ക്രിയേറ്റഡ് ബൈ ലോ, നിയമപ്രകാരം ഫോം ചെയ്തതാണ്. ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വന്തമായ നിലനിൽപ്പുള്ള ഓർഗനൈസേഷനാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഷെയർ ഹോൾഡേഴ്സ് വേറെ, കമ്പനി വേറെ. ദെൻ വിത്ത് എ പെർപെച്വൽ സക്സഷൻ, അതായത് സ്വന്തമായ തുടർച്ചയായ നിലനിൽപ്പ് ഉണ്ടായിരിക്കും ഈ കമ്പനിക്ക്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡെത്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻസോൾവൻസി അതൊന്നും കമ്പനിയെ ബാധിക്കില്ല. ആൻഡ് എ കോമൺ സീൽ, ഒരു സീലും ഉണ്ടായിരിക്കും. കാരണം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. സാധാരണ ഒരു വ്യക്തിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ സൈൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു കമ്പനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. പകരം അതിന് സീലായിരിക്കും ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ കോമൺ സീൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫറബിൾ ആയിരിക്കും. ടൈപ്സ് ഓഫ് കമ്പനിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ അക്കൗണ്ട്സ് പ്രകാരം ഞാനിവിടെ പബ്ലിക് കമ്പനി മാത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫറബിൾ ആയിരിക്കും. ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ ഷെയർ വാല്യൂവിന് തുല്യമായ എമൗണ്ട് മാത്രമേ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് ബാധ്യത ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ബാധ്യത ഉണ്ടായിരിക്കും. പിന്നെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ വ്യത്യസ്തമായിരിക്കും. അത് സെപ്പറേറ്റ് ആയിരിക്കും. ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കില്ല കമ്പനി മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് കൈൻഡ്സ് ഓഫ് കമ്പനിയാണ്. കൈൻഡ്സ് ഓഫ് കമ്പനിയിൽ 1% കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ഇങ്ങനെ 3 ടൈപ്പ് വരുന്നുണ്ട്. ഞങ്ങൾ പബ്ലിക് കമ്പനി മാത്രമാണ് കൂടുതലായിട്ട് പറയുന്നത്. എങ്കിലും ഇതെന്താണെന്ന് പറയാം. 1% കമ്പനി എന്ന് പറഞ്ഞാൽ 1 ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ 1 മെമ്പർ, അതാണ് 1% കമ്പനി. 1% കമ്പനിയുടെ പേരിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ OPC മെൻഷൻ ചെയ്തിരിക്കണം. 1% കമ്പനിക്ക് പബ്ലിക്കിൻ്റെ അടുത്ത് അതായത് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതുപോലെ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റില്ല. ഇതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്പർ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ മാക്സിമം 15 ഡയറക്ടേഴ്സ് വരെ ആകാം. ഇനി പ്രൈവറ്റ് കമ്പനിയിലും ഷെയർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ പാടില്ല. പൊതുജനങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് പ്രൈവറ്റ് കമ്പനിക്കില്ല. പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസും ട്രാൻസ്ഫറബിൾ അല്ല. പബ്ലിക് കമ്പനിയുടെ ഡയറക്ടേഴ്സ് പറയുകയാണെങ്കിൽ 2 ഡയറക്ടേഴ്സ് മിനിമം, മാക്സിമം 15 ആണ് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയുടെ പേരിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണിച്ചിരിക്കണം. നെക്സ്റ്റ് പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനിയുടെ പേരിൻ്റെ കൂടെ വെറും ലിമിറ്റഡ് എന്ന് മാത്രമേ കാണിക്കുള്ളൂ. ദെൻ പബ്ലിക് കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ നടത്താം. അതായത് ഷെയർ പബ്ലിക് ഓഫറിംഗ് നടത്തി പബ്ലിക്കിൻ്റെ അടുത്ത് ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പബ്ലിക് കമ്പനിക്ക്. പബ്ലിക് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫറബിൾ ആണ്. പബ്ലിക് കമ്പനിയുടെ ഡയറക്ടേഴ്സ് പറയുകയാണെങ്കിൽ മിനിമം 3 അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് ആൻഡ് മാക്സിമം 15 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സ് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 മെമ്പേഴ്സ് പബ്ലിക് കമ്പനിക്ക് ഉണ്ടായിരിക്കണം. മാക്സിമം ചുരുങ്ങിയത് 7 മെമ്പേഴ്സ്, മാക്സിമം അൺലിമിറ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത് പബ്ലിക് കമ്പനിയുടെ കേസിൽ. ഇനി പബ്ലിക് കമ്പനി ലിസ്റ്റഡ് കമ്പനി ഉണ്ടാകാം, അൺലിസ്റ്റഡ് കമ്പനി ഉണ്ടാകാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി ലിസ്റ്റഡ് കമ്പനി എന്നറിയപ്പെടും. അപ്പോൾ ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫറബിൾ ആണ്. ഓക്കെ. ഇനി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി പറയുകയാണെങ്കിൽ
ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത്. ഷെയർ മീൻസ് ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ കമ്പനിയുടെ ഓഹരി പൊതുജനങ്ങൾക്ക് വിറ്റിട്ടാണ്, അതായത് പൊതുജനങ്ങൾ വാങ്ങിയിട്ടാണ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുന്നത്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ കമ്പനി പ്രോസ്പെക്ടസ് ഇറക്കിയിട്ടാണ്, അതായത് പ്രോസ്പെക്ടസ് ഇറക്കിയിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഇൻവിറ്റേഷൻ കളക്ട് ചെയ്യുന്നത്. പ്രോസ്പെക്ടസിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ കമ്പനി ഷെയർ അലോട്ട് ചെയ്യണമെങ്കിൽ, ഷെയർ ഓഫർ ചെയ്താൽ, അതായത് പ്രോസ്പെക്ടസ് ഇറക്കി പബ്ലിക്കിൻ്റെ അടുത്ത് ഇൻവിറ്റേഷൻ കളക്ട് ചെയ്യുമ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് കിട്ടിയിരിക്കണം. അത് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കും. അതായത് മിനിമം എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പനി അത് ഷെയർ അലോട്ട് ചെയ്യുള്ളൂ. സെബി ഗൈഡ് ലൈൻസ് പ്രകാരം ഷെയർ ക്യാപിറ്റലിൻ്റെ 90% എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പനി അതായത് കമ്പനി ഷെയർ അലോട്ട് ചെയ്യുള്ളൂ. എത്ര ആപ്ലിക്കേഷൻ കിട്ടിയോ ആ ആപ്ലിക്കേഷൻ കിട്ടിയതിനായി ഷെയർ ക്യാപിറ്റലിൻ്റെ 90% സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അലോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയാണ് കമ്പനിയെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ബാക്കി അടുത്ത വീഡിയോയിലാക്കാം. അതിനുശേഷം നമുക്ക് അക്കൗണ്ട്സിലേക്ക് കടക്കാം. ഷെയർസ് 2 ടൈപ്സ് വരുന്നുണ്ട്, പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.